മക്കളെ കുറച്ച് സമയം കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിശക്തമായ ഒരു റൂമറിന് സോഷ്യൽ മീഡിയയിൽ തീ പിടിച്ച് തുടങ്ങിയിരിക്കുകയാണ്. നിക്കോളാസ് ആന്റണി മോൺഗോമറി എന്ന നിക് മോൺഗോമറി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി വന്നേക്കും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകളെല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിക് മോൺഗോമറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അധികം വലിയ കോച്ചിംഗ് കരിയർ ഒന്നുമില്ല, വളരെ ചെറിയൊരു മാനേജറിയൽ കരിയറാണ് അദ്ദേഹത്തിന് അവകാശപ്പെടാനുള്ളത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിനെ കൊണ്ടുവരാനുള്ള സാധ്യതകളെ തള്ളിക്കളയാതിരിക്കാൻ ഉപോത്ഫലമായി മാറുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൂടാതെ അദ്ദേഹത്തിന് വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ ലീഗ് ചാമ്പ്യന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയൻ മണ്ണിൽ വെന്നിക്കുറി ബാധിച്ചവർക്ക് ഇന്ത്യൻ മണ്ണിലേക്ക് വരുമ്പോഴും അത് കഴിയേണ്ടതാണ്. സ്വാഭാവികമായിട്ടും പരിസ്ഥിതികളുടെ കിടപ്പുവശങ്ങൾ അങ്ങനെയാണ്. പക്ഷേ നിലവിൽ ഹൈബർലിന്റെ പരിശീലകനായിരുന്ന അദ്ദേഹത്തിന് അത്ര ശോഭനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ലീഗിൽ സ്കോട്ടിഷ് പ്രീമിയർ ലീഗിൽ തങ്ങളുടെ ടീമിനെ 7ാം സ്ഥാനത്ത് മാത്രമേ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ അദ്ദേഹത്തിന് ഈ ഒരു സ്കോട്ടിഷ് ക്ലബ്ബ് സാക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്ലേയിങ് ടൈമിൽ അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു. ഇദ്ദേഹം ഷെഫീൽഡ് യുണൈറ്റഡിന് വേണ്ടിയിട്ടും മെൽബണിന് വേണ്ടിയിട്ടും സെൻട്രൽ കോസ്റ്റ് മൈനേഴ്സിന് വേണ്ടിയിട്ടും വെല്ലിംഗ്ടൺ റൂൾസിന് വേണ്ടിയിട്ടും എല്ലാം കളിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം സ്കോട്ട്ലൻഡിന്റെ അണ്ടർ 20 കളിച്ചിട്ടുണ്ട്. സ്കോട്ട്ലൻഡിന് വേണ്ടി ഫീച്ചർ ചെയ്തിട്ടുണ്ട്. മാനേജറിയൽ കരിയറിന്റെ സംഭവത്തിൽ വരുമ്പോൾ അദ്ദേഹം സെൻട്രൽ കോസ്റ്റ് മൈനേഴ്സിന്റെ താൽക്കാലിക പരിശീലകനായി വന്നതിന് ശേഷം അവരുടെ സ്ഥിരം പരിശീലകനായി മാറുകയും അവരെ ചാമ്പ്യന്മാരാക്കുകയും ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം ഹൈബർണിയൻ എന്ന സ്കോട്ടിഷ് ക്ലബിന്റെ പരിശീലകനാവുന്നത്. ഹൈബർണിയൻ അദ്ദേഹത്തിന് ഒരു വർഷ കാലയളവ് കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 7ാം സ്ഥാനത്ത് മാത്രം ടീമിനെ ഫിനിഷ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞ പരിശീലകനെ പുറത്താക്കിയായിരുന്നു. പക്ഷേ ഈ മോൺഗോമറി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നതിന് ഇപ്പം ഇങ്ങനെ ഒരു ചർച്ച വരാനുള്ള കാരണം നിക് മോൺഗോമറി കുറച്ച് സമയങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു റെപ്യൂട്ടഡ് കോച്ചിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒന്ന് ഫോളോ ചെയ്യേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. സോ നിക് മോൺഗോമറി കേരള ബ്ലാസ്റ്റേഴ്സിനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ നിലവിൽ അദ്ദേഹത്തിന്റെ ക്ലബ്ബിൽ നിന്നും അദ്ദേഹം പരിശീലക കാലാവധി കഴിഞ്ഞ് പടിയിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം സെൻട്രൽ കോസ്റ്റ് മൈനേഴ്സിന് വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് ഇമ്പാക്ട് ഉണ്ടാക്കിയ പരിശീലകൻ എന്ന നിലയിൽ ഡയറക്ട് ഫുട്ബോൾ കളിക്കുന്ന പരിശീലകൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിനെ ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചാൽ കുറ്റം പറയാനില്ല. ഏതായാലും സോഷ്യൽ മീഡിയയിൽ നിക് മോൺഗോമറി എന്ന നിക്കോളാസ് ആന്റണി മോൺഗോമറി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും റൂമറുകളും ഇങ്ങനെ ശക്തമായി തലയിടിച്ച് തുടങ്ങി കഴിഞ്ഞു.